ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ലൊരു പെർഫ്യൂമാണ്. മോൺ ബ്ലാങ്ക് ലെജൻഡ് EDP. ഓക്കെ, ഇതിൻ്റെ EDT ഉണ്ട്, ഇതിൻ്റെ സ്പിരിറ്റിൽ മോൺ ബ്ലാങ്ക് ലെജൻഡ് സ്പിരിറ്റ് കുറച്ചധികം ലൈനപ്പ് ഈ പെർഫ്യൂംസിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊരു എക്സെപ്ഷനാണ് ആക്ച്വലി. ഞാനങ്ങനെ ഓടിപ്പോയിട്ട് ഫ്രഷ് പെർഫ്യൂംസിൽ തലവെക്കാറില്ല. തലവെച്ചാൽ തന്നെ അങ്ങനെ ഓടിപ്പോയിട്ട് വാങ്ങിക്കാറുമില്ല. കുറച്ചൊക്കെ ഒന്ന് ശരീരത്തിലൊക്കെ ടെസ്റ്റ് ചെയ്ത് ഇതടിച്ചതും വാങ്ങിച്ചു. അങ്ങനത്തെ ഒരു പെർഫ്യൂമാണിത്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമുക്ക് പറയാം. ഇതിൻ്റെ നോട്ട്സ് പറഞ്ഞതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ടോപ്പ് നോട്ട്സ് വയലറ്റ് ലീഫ് ബെർഗമോട്ട്, മിഡിൽ നോട്ട് വുഡ് അക്കോർഡ് ജാസ്മിൻ, ബേസ് നോട്ട് ലെതർ അക്കോർഡ് ഓക്മോസ് അക്കോർഡ്. ഇതിൽ ലെതർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലെതറാന്ന് വിചാരിക്കരുത് കേട്ടോ. ഇതിൽ ലെതറേ വന്നിട്ടില്ല. ഇത് ഫ്രഷ് പെർഫ്യൂമാണ്. ഇതൊരു സ്റ്റാൻഡേർഡ് സ്ട്രക്ചേർഡ് ഫ്രഷ് പെർഫ്യൂമാണ്, ഒരു ഹൈ ക്ലാസ് ഫ്രഷ് പെർഫ്യൂമാണ്. പക്ഷേ ഇതിപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. നമ്മളിപ്പോൾ നമ്മൾ സെഫോറയിലാണ് അല്ലെങ്കിൽ പാർക്കോസിലാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർഫ്യൂമുകൾ വിൽക്കുന്ന ഷോപ്പിലാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഓരോ ടെസ്റ്ററുകൾ ഇങ്ങനെ അടിച്ചു സ്മെല്ല് ചെയ്യും. നമ്മൾ 2-3 അടിച്ച് 4 ട്രൈ ചെയ്ത് നമ്മൾ മോൺ ബ്ലാങ്ക് ലെജൻഡ് അടിച്ചു. ഓക്കെ, ഇതിൻ്റെ ആറ്റമൈസർ അടിപൊളിയാണ്, ഒരു മിസ്റ്റ് രൂപത്തിലുള്ള വരിക. മോൺ ബ്ലാങ്ക് ലെജൻഡ് അടിച്ചു, സ്നിഫ് ചെയ്തു. പ്രൊഡക്റ്റ് ലോക്ക്, ടാർജറ്റ് ലോക്ക്, കൗണ്ടർ എവിടെ, അതാണ് അത്ര അടിപൊളി ഓപ്പണിങ്. ഇതിൻ്റെ ഓപ്പണിങ് എന്ന് പറയുന്നത് 5000-6000 ഒരു 14 താഴെ വരുന്ന ഒരു പെർഫ്യൂമിൽ ഇത്രത്തോളം അഡിക്റ്റീവായി സെഡക്റ്റീവായ ഒരു പ്ലഷറബിൾ ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ഉള്ള ഒരു പെർഫ്യൂം. നാച്ചുറൽ വൈബിൽ ഇത്ര അടിപൊളി ഒരു ഓപ്പണിങ് വന്നിട്ടുള്ള ഒരു പെർഫ്യൂം വേറെ നമ്മുടെ അറിവിലില്ല. ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും അറിയെങ്കിൽ. ഇതിൻ്റെ ഓപ്പണിങ്ങിൽ തന്നെ ഞാനും വീണ് പോയത്. ഞാൻ സാധാരണ പെർഫ്യൂം വാങ്ങിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതേപോലെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് അടിച്ച് നോക്കി 2-3 പെർഫ്യൂം അടിക്കും. വൈകുന്നേരം 7 മണി 8 മണി ആ നേരത്തെ അടിച്ച് പിറ്റേന്ന് രാവിലെ ഒക്കെ ആ സ്മെല്ലിൻ്റെ ബോഡിയിൽ നിൽക്കുന്നുണ്ടെങ്കിലാണ് അതൊരു കൺസിഡറേഷനിലേ വരുള്ളൂ ആ പെർഫ്യൂം. ഇതടിച്ചിട്ട് എൻ്റെ ടെൻഡൻസി, കാരണം ഇതിൻ്റെ ഓപ്പണിങ് ബ്യൂട്ടിഫുള്ളാണ്, ഭയങ്കര അപ്ലിഫ്റ്റാണ്. അത് നാച്ചുറൽ വൈബിൽ, ഇത് സിന്തറ്റിക് ആയിട്ടുള്ള ഒരു വരവൊന്നുമല്ല വരുന്നത്. നമ്മൾ മൂടെ ചേഞ്ച് ആക്കും ഇതിൻ്റെ ഓപ്പണിങ്. അത്ര അടിപൊളി ഓപ്പണിങ് ആണ്. പക്ഷെ ഇതിനൊരു ക്യാച്ച് ഉണ്ട് ഈ പെർഫ്യൂമിന്. ഇതിനെ കുറിച്ച് നല്ല പ്രോപ്പറായിട്ട് റിവ്യൂ നമ്മുടെ റിയാസ്ക ഒക്കെ ഇട്ടിട്ടുണ്ട്, ലൈഫ് സ്റ്റൈൽ മലയാളം. ഓക്കെ, EDT തോന്നുന്നുണ്ട്, ഒരു ഓർമ്മയില്ല. അവർ പറഞ്ഞു തന്നെയാണ് ഇതിൽ മെയിനായിട്ട് നമുക്കൊരു ഫീലിംഗ് വരിക, ഒരു തണ്ണിമത്തൻ്റെ വൈബൊക്കെ ആയിട്ട് ഇങ്ങനെ മണം വരും. ഇതിലിങ്ങനെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഫ്രഷ്നെസ് ഒരു ഡിഫറെൻറ്റ് ഫ്രഷ്നെസ്സാണ്, ഒരു എൻജോയബിൾ ഫ്രഷ്നെസ്സാണ്. നമ്മളിവിടെ പറഞ്ഞു നിർത്തി. ഇതിൻ്റെ ഒരു ക്യാച്ച് ഉണ്ട് പറയും പോലെ. ഫ്രഷ്നെസ്സിലാണ് ആൾക്കാർ വീഴുക, പക്ഷേ ഇതിൻ്റെ ഒരു പ്രൊജക്ഷൻ ഒരു 2-3 മണിക്കൂറൊക്കെ പ്രൊജക്ഷൻ, പക്ഷേ ലോങ്ജിവിറ്റി ഒരു 5 മണിക്കൂറിൽ പെർഫ്യൂം തീർന്നു. ഓക്കെ, ഇക്കിട്ട സ്പെസിഫിക്കലി. പക്ഷേ ചില യൂട്യൂബേഴ്സ് റിവ്യൂവേഴ്സൊക്കെ 5-8-9 മണിക്കൂറൊക്കെ പുള്ള് ചെയ്യേണ്ടി വരും. പക്ഷേ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. ഇത്ര അടിപൊളി പെർഫ്യൂം അറ്റ്ലീസ്റ്റ് ഒരു 2-3 മണിക്കൂറിലും നമുക്ക് ആസ്വദിക്കാനുള്ള ഒരു വകുപ്പുണ്ടാക്കുന്നു. ഇതൊരു തികച്ചൊരു ആസ്വാദന പെർഫ്യൂമാണിത്. ഇത് അവന് വാങ്ങിച്ചിട്ട് കാര്യമില്ല. പെർഫ്യൂം അറിയണവൻ, പെർഫ്യൂമിൻ്റെ പൾസ് അറിയണം, എൻജോയ് ചെയ്യാൻ അറിയണമെന്നത് വാങ്ങിച്ചാലാണ് ഇതിൻ്റെ ഓരോ സ്നിഫും എൻജോയബിളാണ് ബോസേ. ഇത് നല്ലൊരു പെർഫ്യൂമാണ് പറയുമ്പോൾ. നിങ്ങളിത് സെഫോറയിൽ പാർക്കിൽ ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഒരു വൈബിന് ഇത് എന്തായാലും വരും. ഇത് ഇഷ്ടപ്പെടാണ്ട് എനിക്കൊരു വകുപ്പില്ല. അത്ര അടിപൊളി സാധനമാണിത്. ബ്ലൂ ഡി ഷാനലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ലോങ്ജിവിറ്റി പ്രതീക്ഷിച്ചിട്ട് ഇത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നിരാശപ്പെടും. പക്ഷെ ഒക്കേഷണൽ ബേസ് ആക്കിയിട്ട്, ഇപ്പോൾ നിങ്ങൾ കല്യാണത്തിന് പോവുകയാണ്, ഒരു കല്യാണത്തിന് എത്തുന്നതിൻ്റെ മുന്നേ കാറിലോ ബൈക്കിലോ അത് കൈപ്പിടിക്കുക, അടിക്കുക, കല്യാണത്തിന് നിങ്ങൾ തിളങ്ങും. പിന്നെ 20 മണിക്കൂർ കല്യാണം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ പെർഫ്യൂമിൻ്റെ മണം പോയിട്ടുണ്ടാവും. ഓക്കെ, ഒരാളെ മീറ്റ് ചെയ്യാൻ പോവുകയാണ്, ഒരു 10 മിനിറ്റ് കാരണം
ഇത് കൂടുതൽ അടിച്ചാലും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. എത്ര കൂടുതൽ അടിച്ചാലും അത്ര അടിപൊളിയായിട്ട് അത് വരുള്ളൂ. പക്ഷെ കൂടുതൽ അടിച്ചു പിടിച്ച് ലോങ്ജിവിറ്റി കൂടുമെന്നുള്ള സംശയം ഇല്ല. ലോങ്ജിവിറ്റി ആ ഒരു ഇതിൻ്റെ ഒരു നേച്ചർ, ഇത് ഇത്രയും യൂണീക്കായിട്ടുള്ളൊരു ഫ്രഷ്നെസ്സിന് നമ്മൾ ലോങ്ജിവിറ്റി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണത് നമ്മളത് തെറ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇതിൻ്റെ ഫ്രഷ്നെസ്സിൻ്റെ ലെവൽ അങ്ങനെയാണ്. ഓക്കെ, ഭയങ്കര അപ്ലിഫ്റ്റിംഗ് ആണ്, അപ്പ് സ്കെയിലിംഗ് ആണ്, സെഡക്റ്റീവ് ആണ്. നമ്മളൊരാളെ മീറ്റ് ചെയ്യാൻ പോകണമെങ്കിൽ ഇത് അടിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും കൺവിൻസിങ് ഫാക്ടറിനാണ് മീറ്റിംഗ് പോകണമെന്നുണ്ടെങ്കിൽ ദിസ് വിൽ പ്ലേസ് എ റോൾ. അത്ര അടിപൊളി പെർഫ്യൂമാണിത്. ഇൻഷാ അല്ലാഹ് നോക്കി നിങ്ങൾ. നല്ലത് മാത്രമേ പറയാണ്ടായിട്ടുള്ളൂ ഈ പെർഫ്യൂം. ഇതിൻ്റെ ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇത്, പക്ഷേ അത് ഇക്കൊരു ബുദ്ധിമുട്ടല്ല. പക്ഷേ ഇത് ഒരു ചിലവർക്ക് ലോങ്ജിവിറ്റി ഫാക്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവരെ എക്സ്പെക്റ്റുള്ളവർക്ക് ഇത് ട്രൈ ചെയ്യുക, പഠിക്കുക. ഇതൊരു ഒരു വലിയ പെർഫ്യൂം, ഒരു നല്ലൊരു പെർഫ്യൂം ആരുടെ കയ്യിലുണ്ട്, അവർ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു മനസ്സിലാവും, ഒരു ഒക്കേഷൻ, ഒരു ഇവൻറ്റ് പർപ്പസിനൊരു പെർഫ്യൂം, നല്ലൊരു അപ്സ്കെയിലിംഗ് സ്മെല്ല്, സ്റ്റാൻഡേർഡ് സ്ട്രക്ചേർഡ് സ്മെല്ല്, ഓഫീസ് പർപ്പസിൽ ഓഫീസിന് അടിക്കാൻ പറ്റും. പക്ഷേ ഡെയിലി അടിച്ചിട്ട് ഇതിൻ്റെ വില കളയാൻ പറ്റുന്നത്. അങ്ങനെ അതേപോലെ പിന്നെന്താ പറ്റുക, കല്യാണത്തിന് ഞാൻ പറഞ്ഞ പോലെ അതിന് പറ്റും. ചെക്കൻ അടിക്കാൻ പറ്റില്ല കേട്ടോ. കല്യാണം ബ്രൈഡ് അടിച്ചു കഴിഞ്ഞാൽ, ബ്രൈഡ് അല്ലെങ്കിൽ ഗ്രൂം, ഇത് യൂണിസെക്സ് ആണ് എൻ്റെ ഒരു വൈബിൽ. പെണ്ണുങ്ങൾക്കും ലേഡീസിനൊക്കെ ഇത് അടിക്കാൻ പറ്റും. ഇത് അത്ര മസ്കുലിൻ വൈബിലാണ് പോണത്. പക്ഷേ ലേഡീസ് അടിച്ചു കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് ഇഷ്ടപ്പെടും, ആണുങ്ങൾ അടിച്ചാൽ ലേഡീസിന് ഇഷ്ടപ്പെടും. അങ്ങനെ ഒരു സെൻ പ്രൊഫൈലാണുള്ളത് ഒരു ഫ്രാഗ്രൻസിൻ്റെ ഇത്. അങ്ങനെ ഇപ്പോൾ പറഞ്ഞു വെച്ചിടത്തോളം നിങ്ങളത് ട്രൈ ചെയ്യുക, നോക്കി. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് എക്സ്പീരിയൻസ് ആയാലും ചെയ്യുക. ഒക്കെ ഒരു ഡീക്കൻഡ് വാങ്ങിച്ചിട്ട് ഇതൊരു പെർഫ്യൂമാണിത്. ഒരു നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഫ്രാഗ്രൻസ്. ഇൻഷാ അല്ലാഹ്. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.